ഹലോ, ഒരു 8 മാസം മുന്നുള്ള വീഡിയോ ആണിത്. കുറേ നാളായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പിന്നെയും മുന്നോട്ട് പോയി. ഇന്ന് പതിവ് പോലെ തന്നെ ആൾ ഹാപ്പി ആയിട്ട് എണീറ്റിട്ടുണ്ട്. ബേക്കറി പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം നമുക്ക് ബ്രഷിങ്ങിലേക്ക് കടക്കാം. അതൊരു വൻ യുദ്ധമാണ്. ആദ്യം അവളെയും കൂടി ഇൻവോൾവ് ചെയ്ത് ബ്രഷിങ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരൂടെ ഹാപ്പിയാണ് ആൾ. അതുകൊണ്ട് ആദ്യം അവളുടെ കൈ കൊടുക്കും. പിന്നെ ഞാൻ വാങ്ങിച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാനും ഹാപ്പി. ഇന്ന് അവളെ ഡേ കെയറിൽ വിടാനും എനിക്ക് വളരെ ശുഷ്കാന്തിയുണ്ട്. കാരണം ഇന്ന് ഞങ്ങളുടെ 9th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾക്ക് തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. സോ അതിനുള്ള പ്രിപ്പറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളെ ഡേ കെയർ വിട്ടിട്ട് വേണം ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ സ്പേസിലേക്ക് ഞങ്ങൾക്ക് മാറാൻ. രാവിലെ ഡ്രസ്സ് ചെയ്യാനും മുടി കെട്ടാനും ഒക്കെ ആൾ വളരെ ഹാപ്പിയാണ്. അതിൽ മുടി കെട്ടുന്നതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ വിൻ്ററാണ്. രാത്രി മഴയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് സോക്സും ജാക്കറ്റും എല്ലാം ഇടിപ്പിച്ച് വേണം വിടാൻ. ഡാഡിയാണ് ഡേ കെയറിൽ കൊണ്ടുവിടുന്നത്. ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് ആൾ. ഇനി നമുക്കൊരു കോഫി ആവാം. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഡേ. രാവിലത്തെ അംഗമെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടാണ് ഈ കോഫി കുടിക്കുന്നത്. അതാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു കാര്യം. ഏകദേശം 8 മാസത്തിന് മുന്നാണ് ഈ വീഡിയോ എടുത്തത്. അതുമാത്രമല്ല, ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ 4 months പ്രഗ്നൻ്റ് കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഇച്ചിരി നന്നായി ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് നേരം ഞങ്ങളുടേതായ ഒരു ഫ്രീ സ്പേസ്, ഒന്ന് സമാധാനത്തോടെ ഷോപ്പിംഗ് ചെയ്യണം, ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ നാളിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സമാധാനത്തോടെ. ഇനി പെട്ടെന്ന് കുളിച്ചൊരുങ്ങി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. നല്ല മഴ പെയ്തിട്ടുണ്ട് രാത്രി. നല്ല തണുപ്പുമുണ്ട് രാവിലെ. അങ്ങനെ റെഡിയായി ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. കുറേ സാധനങ്ങളൊന്നും മേടിക്കാനില്ല. കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ഒന്ന് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യണമെന്ന്. അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ കടയിൽ കയറി അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെ പകുതി ആശ്വാസമായി. അത് തുറക്കുമ്പോഴും സാധനങ്ങൾ എടുക്കാനും ഒക്കെ ഒരു സുഖമുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലോ ആക്കി വെക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് അതിൻ്റെ കാരണവും പറഞ്ഞ് എനിക്കൊരു കമ്മലും പിന്നെ സ്റ്റാൻഡ് ബാഗ്സിൽ നിന്നൊരു ബാഗും വാങ്ങിച്ചു. അതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ്. അങ്ങനെ കാര്യമായിട്ടുള്ള പർച്ചേസിങ് അല്ലായിരുന്നെങ്കിലും ഒരു സ്വസ്ഥമായിട്ട് ഷോപ്പിംഗ് ചെയ്തതിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു. എല്ലാത്തിലും ഒന്ന് തഴുകി തലോടി നടക്കാനും ചുമ്മാ എടുത്ത് നോക്കാനും ഒക്കെ ഒരു സമയം കിട്ടി. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയി. സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങണം. ഇതായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ പ്ലാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ.